നെല്ലിയാമ്പതിയിൽ കെഎസ്ആർടിസി ബസ് തെന്നിമാറിയുണ്ടായ അപകടത്തിൽ വൻ ദുരന്തമൊഴിവാക്കിയത് മരക്കൂട്ടം. ബസ് കൂടുതൽ ആഴത്തിലേക്ക് പതിക്കാതെ മരങ്ങൾക്കിടയിൽ കുടുങ്ങി നിന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. അതോടൊപ്പം വാഹനം പരമാവധി ഒതുക്കാനുള്ള ഡ്രൈവറുടെ ശ്രമവും വലിയ ദുരന്തമൊഴിവാക്കുന്നതിൽ നിർണായകമായി. പാലക്കാട് കാരപ്പാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി ബസ് നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് തകരാറിലായതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡിൽ നിന്നും തെന്നിമാറി താഴ്ചയിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡരികിലെ തേക്കുമരങ്ങളിൽ വാഹനം കുടുങ്ങി നിന്നു. മരങ്ങളില്ലായിരുന്നുവെങ്കിൽ ബസ് കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കുവാനും അപകടത്തിന്റെ ആഘാതം ഇരട്ടിയാകാനും സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകരുടെയും യാത്രക്കാരുടെയും വിലയിരുത്തൽ. ബസ് 9:10 അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആശുപത്രി കൊണ്ടുപോയതിൽ സംസാരിക്കുന്ന ആളുകൾ പറഞ്ഞത് മറ്റേ തൊട്ടപ്പുറത്ത് 50-60 മീറ്റർ 100 മീറ്ററിൻ്റെ ഗ്യാപ്പിൽ ബ്രേക്ക് ആ സ്ട്രൈറ്റ് റോട്ടിൽ നിന്ന് ഇതായി. പിന്നെ അപ്പോഴേക്കും എല്ലാവരുടെ അടുത്തും ഡ്രൈവർ ഒന്ന് പറയലും പിന്നെ ബഹളങ്ങളായി കാര്യങ്ങളായി. പിന്നെ അത്രയും 86-76ഓളം ആളുകൾ ഉള്ളതുകൊണ്ട് ഉള്ള ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ജയന്തി ചേച്ചീൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നതാണ്. അവർക്ക് ഇന്നലെ സൺഡേ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇന്ന് ലീവായി. എനിക്കും സൺഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ കാറിൽ വന്നു, അവർ ബസ്സിൽ. അതിൽ വിജയ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ക്യാബിനിലേക്ക് ഇത് വന്ന് ഇവിടെ അടഞ്ഞിട്ട് പുള്ളിക്ക് ചെറിയ തലയ്ക്കും ഇവിടേക്കും അടിയുണ്ട്. ഇപ്പോൾ സീരിയസ് ആയിട്ട് ആളെ മാത്രം തൃശ്ശൂരും മറ്റുള്ളതൊക്കെ നെന്മാറയിലും ആക്കിയിട്ടുണ്ട്. നെല്ലിയാമ്പതിക്കാർ തന്നെയാണ്. എല്ലാം നമ്മുടെ കാരപ്പാറ മുതൽ പോപ്സൺ ഇതിൽ മുതൽ എല്ലായിടത്തുള്ള ആളുകളുമുണ്ട്. അതിഥി തൊഴിലാളികൾ കൂടുതലും ഉണ്ട്. നെല്ലിയാമ്പതിയിൽ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. പോപ്സൺ എസ്റ്റേറ്റിലും മറ്റുള്ള എല്ലാ തൊഴിലാളികളും ഉണ്ട്. റൂറിൽ വിളിച്ചു കാര്യങ്ങളൊക്കെ അവർ നമ്മളിവിടെ എത്തുമ്പോഴേക്കും തന്നെ അവർ ഒരു പരിധിവരെ ഉള്ളവരൊക്കെ റോട്ടിൽ കയറി ഇത് തുറന്നു കൊടുത്ത കണ്ടക്ടർ ചാടി തുറന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. മരങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നുവെന്ന് പറയാനാകില്ല എന്ന അപകടത്തിൽപ്പെട്ട യാത്രക്കാരുടെ വാക്കുകളിലും ദുരന്തത്തിന്റെ ഭീകരത വ്യക്തമാണ്. 9:15 പുലയംപാറന്ന് വരുന്ന ബസ്സാണ്. 9 മണിക്ക് 100 നിൽക്കും കാരപ്പാറന്ന് നിൽക്കുന്ന ബസ്സാണ്. ആ ബസ് എല്ലാ ദിവസവും വരുന്ന യാത്രയാണ്. നെല്ലിയാമ്പതി തോട്ടം തൊഴിലാളികൾ ഇന്നലെ ജോലി കഴിഞ്ഞ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തതാണ്. ഏകദേശം 38ഓളം സ്ത്രീകളും 36ഓളം പുരുഷന്മാരുണ്ട്. 80ഓളം യാത്രക്കാരെന്നാണ് പറഞ്ഞത്. ബസ് ബ്രേക്ക് ഡൗൺ എന്നാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓർമ്മ ഫാമിലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്, ഒരു സഹപ്രവർത്തകയാണ് ഇവിടെ മരിച്ചത്. പാലക്കാട്ടേക്ക് വരുന്നതാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ജയന്തി. വളരെ മാനസികമായ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും രക്ഷാപ്രവർത്തകർ എല്ലാം വന്നവരെല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയൊരു സഹായമാണ്. ബാക്കി ഒരാൾക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ടത്. എൻ്റെ പേര് ഇപ്പം നിരവധി ആൾക്കാർക്ക് പരുക്കുണ്ട്. ചെറുതും വലുതായ പരുക്കളുണ്ട്. സീരിയസ് ആയിട്ടുള്ള 2 പേർക്കാണ് വിവരം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അവർക്ക് ആശുപത്രി ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും അതിവേദന നടന്നു എന്നുള്ളതാണ് അതിലൊരു മറ്റൊരു നമുക്കൊരു ആശ്വസിപ്പിക്കുന്ന കാര്യം. ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട നിമിഷം മുതൽ യാത്രക്കാർ ഭീതിയിലായിരുന്നു. ബസ് റോഡിൽ നിന്നും മാറിയപ്പോൾ വലിയ ദുരന്തമാണ് കൺമുന്നിൽ കണ്ടതെന്ന് അപകടത്തിൽ പരിക്കേറ്റവർ പറഞ്ഞു. ബസ് നിയന്ത്രിക്കാനാവുന്നില്ലെന്ന് ഡ്രൈവറും കണ്ടക്ടറും വിളിച്ചു പറഞ്ഞ നിമിഷങ്ങൾക്കകമാണ് അപകടമെത്തിയതെന്നും യാത്രക്കാർ പറയുന്നു. വണ്ടിന്റെ ബ്രേക്ക് പോയതാണ്. ബ്രേക്ക് പോയിട്ട് ഒരു വളവിന്റെ അവിടെ വെച്ചിട്ട് വണ്ടി സൈഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. പെട്ടെന്ന് കണ്ടക്ടർ ഡ്രൈവറും വിളിച്ചു പറഞ്ഞു ബ്രേക്ക് പോയിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നൊക്കെ പിടിച്ചിരിക്കുന്നു മാത്രം തന്നെ പറഞ്ഞുള്ളൂ. അത് ഒരു 5 മിനിറ്റോളം വണ്ടി എവിടെ നിൽക്കുന്നില്ല. പറ്റില്ല, വണ്ടിക്ക് ആൾക്കൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഡ്രൈവർ ഡൗൺ ആയി. കുറേ ദൂരം ഞാൻ കണ്ടക്ടറിന്റെ ഭാഗത്ത് ഇടത് ഭാഗത്ത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കുട്ടികളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. കണ്ടക്ടർ നല്ലൊരു ഡ്രൈവർ നല്ലൊരു ഇതായിട്ട് പറയും പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടി മാതിരിയാണ് ഒന്ന് ടെൻഷനായി. മറ്റുള്ളവർക്ക് ഒരേ നിലവിളി കൊച്ചുങ്ങളൊക്കെ വണ്ടി നിൽക്കുന്നില്ല, ചവിട്ടിയിട്ട് എങ്ങനെയായാലും നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് പിടിച്ചിരുന്നോ പറഞ്ഞ് ഞങ്ങൾ അതുമാതിരി പിടിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ ഇത് വന്നത്. ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരാൾ മുകളിൽ കൂടി ചാടിപ്പോയിട്ടാണ് ഡോറൊക്കെ തുറന്നത്. പാറേൻ്റെ ഇടയിൽ പറ്റിട്ട് ഡോറൊക്കെ പറ്റിട്ട് പിന്നെ കമ്പുകാലിൻ്റെ ഇടയിലൊക്കെ പറ്റിട്ട് മാറ്റിയിട്ടാണ് അത് ആ ഡോർ തുറന്നിട്ടാണ് പുറത്തു വരാൻ പറ്റിയത്. ചിലവർക്ക് അതിൻ്റെ ഉള്ളിൽ ചാടി വെളിയിൽ വന്നിട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് കുറച്ചെങ്കിലും ഇതായിട്ടുണ്ട്. ഇതിൽ കേട്ട് മുഴുവൻ പേര് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെല്ലാം മരിച്ചു എന്ന് തന്നെ കണക്കാക്കിയിട്ടാണ് ഞാൻ മനസ്സിലിരുന്നത്. അത്രയും സ്പീഡ് വണ്ടി നിൽക്കുന്നില്ല. ഡ്രൈവറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി അങ്ങനെ ആയിരുന്നു. ഇടവണ്ടി ഇത്രയെങ്കിലും ചെറുതായിട്ട് ഇടപെട്ട് ഇതായി പോയത്. വലിയ ദുരന്തം ഉണ്ടാകും. 72 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. മരക്കൂട്ടം ബസിനെ പിടിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേൾക്കേണ്ടി വന്നത് ഒരു മരണവാർത്ത മാത്രമായിരിക്കുകയില്ല. മരങ്ങൾ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് വലിയൊരു അപകടം ഇല്ല. പക്ഷേ
ശ്രീമതി ജയന്തിയാണ്. അവിടെ ആ സ്പോട്ടിൽ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് മരണപ്പെട്ടത്. ബാക്കി നിരവധി പേർക്ക് പരിക്കുണ്ട്. ഏകദേശം 70-ലധികം വരുന്ന ആളുകളുണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെ പേർക്കും പരിക്കുണ്ട്. എന്നാൽ ഗുരുതരമായ പരിക്കെന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആവശ്യമായ പരിചരണം പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഹോസ്പിറ്റലും പൊതുജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.